ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചു പോയത് ദൈവത്തിൻ്റെ പെട്ടകം അബീനാദാബിൻ്റെ വീട്ടിൽ ഇപ്പോൾ ഇരിക്കുകയാണ്. ദാവീദ് അബീനാദാബിൻ്റെ വീട്ടിൽ നിന്ന് പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവരാനായി ആഗ്രഹിക്കുന്നു. യെരുശലേം എന്നത് ദാവീദിൻ്റെ പട്ടണമായി, ഇസ്രായേൽ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയായി ദൈവം അവന് നൽകി. അങ്ങനെ രാജ അധികാരം സ്ഥിരപ്പെട്ടപ്പോൾ, രാജ തലസ്ഥാനം ലഭിച്ചപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്യുന്നത് യഹോവയായ ദൈവത്തിന് കൃത്യമായ ആരാധന കൊടുക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, തനിക്ക് പിന്നിൽ രാജാവായിരുന്ന ശൗൽ രാജാവ് ഈ കാര്യം ചെയ്തില്ല. മനസ്സിലായല്ലോ. ശൗൽ രാജാവിൻ്റെ കാലഘട്ടത്തിൽ പെട്ടകം കൊണ്ടുവരാനായിട്ട് ഒരു ശ്രമം ജസ്റ്റ് ഒന്ന് അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ അത് കൊണ്ടുവരാനായിട്ടൊന്നും ശൗൽ രാജാവ് വളരെ അധികം കഷ്ടപ്പെടുകയോ ഒന്നും ചെയ്തില്ല. കൊണ്ടുവരാനായിട്ട് ഒരു പ്രാവശ്യം പുരോഹിതന്മാരോട് പറയുക മാത്രമാണ് ചെയ്തത്, മറ്റൊന്നും ചെയ്തില്ല. അതിന് മുമ്പ് നമ്മൾ നോക്കി, ഇത്രയും കാലം ദൈവത്തിൻ്റെ പെട്ടകം ഏറെക്കാലം ഇരുന്നത് എവിടെയായിരുന്നു? ഷീലോ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ഷീലോവിൽ എങ്ങനെയാണ് എത്തിയത്? ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്ത് ഷീലോവിൽ പാളയം അടിച്ചു. ഷീലോവിൽ ഒരു ദൈവാലയം പണിതു. അതായത് സമാഗമന കൂടാരം അവർക്ക് ദൈവാലയമായിരുന്നു. അതിനകത്ത് ദൈവത്തിൻ്റെ പെട്ടകം, വാഗ്ദാന പേടകം അതിനകത്ത് വച്ചു. അവിടെ അവർ ആരാധനയ്ക്ക് വന്നു. ആ ആലയത്തിലെ പുരോഹിത ശുശ്രൂഷ ചെയ്തിരുന്ന ആളായിരുന്നു ഏലി പുരോഹിതൻ. ആ പുരോഹിതൻ എവിടത്തെ പുരോഹിതനായിരുന്നു? മറക്കരുത്, വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഏത് സ്ഥലമാണ്? ഷീലോവിലെ, കേട്ടോ. അപ്പോൾ ഷീലോവിലെ പുരോഹിതൻ, ഷീലോവിൽ ഈ പുരോഹിതൻ്റെ വീട്ടിൽ പെട്ടകത്തിൻ്റെ അരികിൽ കിടന്നുറങ്ങിയ ഒരാളാണ് ഏത് ബാലൻ? ശമൂവേൽ എന്ന ബാലൻ. അവന് അവിടെ വെച്ച് ദൈവശബ്ദം കിട്ടി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിനോട് ചേർന്ന് പഠിച്ചുപോയി. ദൈവത്തിൻ്റെ പെട്ടകം അല്ലെങ്കിൽ ദൈവ സാന്നിധ്യമുള്ള ഇടത്ത് നമ്മൾ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 6 അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞുപോയി. ഓർമ്മയുണ്ടോ? 6 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അവിടെ നിന്ന് ഈ ദൈവത്തിൻ്റെ പെട്ടകം ഷീലോവിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം എന്തായിരുന്നു? വിശുദ്ധിയോടെ ഷീലോവ് എന്ന സ്ഥലത്ത് ഇത് സംരക്ഷിക്കാനായിട്ട് ഒരു പുരോഹിതനെ ഏൽപ്പിച്ചു. ഏതാണ് ആ പുരോഹിതൻ? ഏലി പുരോഹിതൻ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മക്കളും അതിൽ പരാജയപ്പെട്ടപ്പോൾ ഫെലിസ്ത്യർ വന്ന് അതിനെ ആക്രമിച്ചു. ഫെലിസ്ത്യരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവർ കൊണ്ടുപോകാനായിട്ട് തീരുമാനിക്കുകയാണ്? പെട്ടകം കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ പെട്ടകം കൊണ്ടുപോയിട്ടും അവർ വിജയിച്ചില്ല. പെട്ടകം കൊണ്ടുപോയത് ആരൊക്കെയായിരുന്നു? ഏലിയുടെ 2 മക്കളായ ഹൊഫ്നിയും ഫീനഹാസും. അവരെ മരിച്ചു. ഈ വാർത്ത അറിഞ്ഞിട്ട് ആര് മരിച്ചു? ഏലി പുരോഹിതൻ മരിച്ചു. ഈ വാർത്ത അറിഞ്ഞ് മീഖായാവ് എന്ന കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം മരുമകളും മരിച്ചു. ആ ഒരു കുടുംബം തന്നെ എന്ത് ചെയ്തു പോയി? നശിച്ചു പോയി. അപ്പം നമ്മൾ ഓർക്കേണ്ടത് ദൈവ സാന്നിധ്യം ഉള്ള ചില ഇടങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ദൈവാലയത്തിൽ ദൈവ ആരാധനകൾ നടക്കുന്ന, പ്രത്യേകിച്ച് കർത്താവിൻ്റെ തിരുവത്താഴ ശുശ്രൂഷ നടക്കുന്ന ഒരു അൾത്താരയുള്ള, ബലിപീഠമുള്ള ഒരു സ്ഥലമുള്ള ഒരിടമാണ് ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരിടം. അതിനെ പരിപാവനമായി വിശുദ്ധിയോടെ നമ്മൾ കാത്തു സൂക്ഷിക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ ദൈവസന്നിധിയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിൽ പുരോഹിതനായാൽ പോലും ദൈവം എന്തു ചെയ്യും? ന്യായം വിധിക്കും. അപ്പോൾ സാധാരണ ജനത്തിനുള്ള ഒരു വാണിംഗാണത്. അങ്ങനെ അവിടെ നിന്ന് പെട്ടകം ഫെലിസ്ത്യർ കൊണ്ടുപോയിട്ട് ദാഗോൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വെച്ചു. അവിടെ എന്താണ് സംഭവിച്ചത്? ദേവൻ അതിന് മുൻപിൽ വീണ് ഉടഞ്ഞുപോയി. അതുകൊണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റിയാൽ മതി. അങ്ങനെ അവർ ശെമായരുടെ അരികിലേക്ക് അയച്ചു. അവരെന്താണ് ചെയ്തത്? പെട്ടകം കിട്ടിയപ്പോൾ സന്തോഷമായി. പക്ഷേ അതിനകത്ത് എന്തുണ്ടെന്ന് അവരെന്ത് ചെയ്തു? തുറന്നു നോക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ദൈവം അത് അനുവദിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ദൈവം പറഞ്ഞ കാര്യത്തിനപ്പുറം നമ്മളൊന്നും ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ അവിടെ 50,000-ലധികം ആൾക്കാർ മരിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവർ കിര്യത്ത് യെയാരീം എന്നൊരു സ്ഥലമുണ്ട്, അവിടെയുള്ളവരോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഇതിനെന്ത് ചെയ്യണം? ഒന്ന് കൊണ്ടുപോകണം. അങ്ങനെ അവർ അവിടെ നിന്ന് കൊണ്ടുപോയി കിര്യത്ത് യെയാരീം എന്ന സ്ഥലത്ത് അബീനാദാബിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകനായ എലയാസറിനെ പ്രത്യേകിച്ച് അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ച് അദ്ദേഹത്തെ
ഈ പെട്ടകം വിശുദ്ധിയോടെ സൂക്ഷിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചു. അപ്പോൾ ഇപ്പോൾ പെട്ടകം ഇരിക്കുന്നത് എവിടെയാണ്? അബീനാദാബിൻ്റെ വീട്ടിൽ. ഇവിടെ നിന്നാണ് ആര് പെട്ടകം എടുക്കാനായിട്ട് പറഞ്ഞു വിടുന്നത്? ദാവീദ്. അപ്പോൾ ഇതിനിടയിൽ കുറേ കാലം പോയി. പെട്ടകം അവിടെ തന്നെ ഇരിപ്പുണ്ട് അബീനാദാബിൻ്റെ വീട്ടിൽ. ശൗലിന് വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? ഇതിനെ കൊണ്ടുവരാമായിരുന്നു. പക്ഷേ അത് ചെയ്തോ? ഇല്ല. ശൗൽ ദൈവത്തെ ആരാധിക്കാനായിട്ടൊരു താല്പര്യം കാണിച്ചോ? ഇല്ല. പക്ഷേ ദാവീദ് ചെയ്യുന്നത്, ദാവീദിന് തൊട്ട് മുമ്പിലത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു പോയത് ഓർമ്മയുണ്ടോ? ഹീരാം രാജകൊട്ടാരം അല്ലെങ്കിൽ അരമന പണിയാനായിട്ട് സഹായം വാഗ്ദാനം ചെയ്തു. അതായത് അവൻ്റെ കുടുംബത്തിന് ആവശ്യമായതെല്ലാം ദൈവം കൊടുത്തു. അത് കൊടുത്തപ്പോൾ ദാവീദ് ആഗ്രഹിക്കുന്നത്, എനിക്കൊരു വാസസ്ഥലം പണിത് തരുന്ന ദൈവത്തിന് സ്ഥിരമായൊരു വാസസ്ഥലം എനിക്കുണ്ടാക്കി കൊടുക്കണം. മനസ്സിലാകുന്നുണ്ടോ? എനിക്കൊരു വാസസ്ഥലം പണിത് തന്ന ദൈവത്തിന്, എന്നെ അനുഗ്രഹിച്ച ദൈവത്തിന്, ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ഇരിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലം എനിക്കുണ്ടാക്കി കൊടുക്കണം. അങ്ങനെയാണ് നേരെ അബീനാദാബിനെക്കുറിച്ച് ഓർമ്മ വന്നു, പെട്ടകം ഇരിക്കുന്നതിനെക്കുറിച്ച് ഓർമ്മ വന്നു. അദ്ദേഹം അതിനെക്കുറിച്ച് ആലോചിച്ചതിന് ശേഷം അദ്ദേഹം പെട്ടകം എടുക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നമുക്കതിനെക്കുറിച്ച് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ 1 ദിനവൃത്താന്തം 13-ാം അധ്യായം എടുക്കുക. 1 ദിനവൃത്താന്തം 13-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാം വാക്യം. 1 ദിനവൃത്താന്തം 13-ാം അധ്യായം 3-ാം വാക്യം. ദൈവത്തിൻ്റെ പെട്ടകം വീണ്ടും നമ്മുടെ അടുകിൽ കൊണ്ടുവരിക. ശൗലിൻ്റെ കാലത്ത് നാം അതിനെ ഗണ്യമാക്കിയില്ലല്ലോ. ആര് പറയുകയാണ്? ആര് പറഞ്ഞു? ദാവീദ് പറയുകയാണ്, ദൈവത്തിൻ്റെ പെട്ടകം നമുക്കിങ്ങോട്ട് കൊണ്ടുവരണം. ശൗലിൻ്റെ കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഗണ്യമായി, അതിനെക്കുറിച്ച് കൂടുതൽ ഗൗരവമായി കാര്യങ്ങളൊന്നും നമ്മൾ നോക്കിയില്ല. അത് നമ്മുടെ ഒരു പരാജയവുമാണ്. അതുകൊണ്ട് നമുക്കത് തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഈ കാര്യം സകല ജനത്തിനും ബോധിച്ചു. ഈ കാര്യം പറഞ്ഞപ്പോൾ ജനത്തിനത് ഇഷ്ടപ്പെട്ടു. അവർ പറഞ്ഞു, നമുക്കൊരു ദൈവസാന്നിധ്യമുള്ള ഒരു ഇടം വേണം, ദൈവത്തിൻ്റെ പെട്ടകം നമ്മുടെ രാജ്യത്തിലേക്ക് നമുക്ക് മടക്കിക്കൊണ്ടുവരണം, യെരുശലേമിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരണം, അവിടെ എത്തിക്കണം എന്നൊരാഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടായി. അങ്ങനെ ദാവീദ് ദൈവത്തിൻ്റെ പെട്ടകം കിര്യത്ത് യെയാരീമിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ കിര്യത്ത് യെയാരീം എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു നിർത്തിയ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 ശമൂവേൽ 7-ാം അധ്യായം 1 ശമൂവേൽ 7-ാം അധ്യായം 1-ാം വാക്യം. ഞാനിത് പറയുന്നത് എല്ലാ ഭാഗങ്ങളും തമ്മിൽ കണക്ട് ചെയ്ത് പഠിച്ചു പോകണം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അത് തങ്ങി നിൽക്കില്ല. 1 ശമൂവേൽ 7-ാം അധ്യായം 1-ാമത്തെ വചനം. കിര്യത്ത് യെയാരീം നിവാസികൾ വന്ന് യഹോവയുടെ പെട്ടകം എടുത്ത് കുന്നിന്മേൽ അബീനാദാബിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. മനസ്സിലായല്ലോ? അബീനാദാബിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ അബീനാദാബിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകനെ ആയ എലയാസറിനെ യഹോവയുടെ പെട്ടകം സൂക്ഷിക്കുന്നതിന് ശുദ്ധീകരിച്ചു. എന്ന് പറഞ്ഞാൽ ഇത് സൂക്ഷിക്കാനായിട്ട് ദൈവത്തിൻ്റെ പുരോഗതി ശുശ്രൂഷ ചെയ്യുന്നവരെയാണ് ദൈവം ആക്കിയിരുന്നത്. അവരെ പ്രത്യേകം അതിനു വേണ്ടി അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ചു. അങ്ങനെ വിശുദ്ധീകരിച്ചു. ഇനി നമുക്ക് ഈ ഭാഗത്ത് തന്നെ 1-2 കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. നേരെ 1 ശമൂവേൽ 7-ാം അധ്യായത്തിലേക്ക് തന്നെ നിൽക്കുക. അപ്പോൾ ഇപ്പോൾ പെട്ടകം എവിടെയാണ്? അബീനാദാബിൻ്റെ വീട്ടിലാണ്. ഇപ്പോൾ ഫെലിസ്ത്യരെ തോൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഫെലിസ്ത്യർ പെട്ടകം കൊണ്ടുപോയി അവർക്കൊരു സമാധാനം ഇല്ലാത്തത് കൊണ്ട് തിരിച്ചു കൊണ്ട് ഏൽപ്പിച്ചതാണ്. പക്ഷേ ഫെലിസ്ത്യരെ തോൽപ്പിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്താണ് അതിലുള്ള വഴി? പെട്ടകം വെറുതെ കൊണ്ടുവച്ചിട്ടും കാര്യമില്ല. നേരത്തെ പെട്ടകം കൊണ്ടുവച്ചു, ജയിച്ചോ? ഇല്ല. ഇപ്പോൾ പെട്ടകം കൂടെയുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനിയുള്ള പ്ലാനിങ് എന്താണ് എന്ന് നമ്മൾ നോക്കണം. 3-ാം വാക്യം. അപ്പോൾ ശമൂവേൽ പറഞ്ഞു, എല്ലാ ഇസ്രായേൽ ഗൃഹത്തോട് എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ആദ്യം ദൈവത്തിലേക്ക് തിരിയണം. കേട്ടോ? അപ്പോൾ പെട്ടകം ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. പെട്ടകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ടത് ദി പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ട്. നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്താണ്? പൂർണ്ണമായിട്ട് ദൈവസന്നിധിയോട് ചേർന്ന് വരണം. ദൈവസാന്നിധ്യം ഉണ്ടെന്ന് കരുതി എല്ലാ കാര്യവും നടക്കില്ല. അതാണ് പറയുന്നത്. ഇപ്പോൾ ഈ ആലയത്തിൽ എന്തുണ്ട്? ദൈവസാന്നിധ്യം ഉണ്ട്. 100% ഗ്യാരണ്ടി ആണല്ലോ. ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളുടെ എല്ലാ കാര്യവും നടക്കുമോ? ഇല്ല. നടക്കണമെന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് ഇനി പറയുന്നത്. ദൈവസാന്നിധ്യം ഉണ്ട്, അത് സത്യമാണ്. പക്ഷേ ആ ദൈവസാന്നിധ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരണമെങ്കിൽ ഇനി പറയുന്ന ചില കാര്യങ്ങൾ വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. അതിൽ 1-ാമത്തെ കാര്യമാണ്, നിങ്ങൾ പൂർണ്ണ
ഹൃദയത്തോടെ ദൈവത്തിലേക്ക് തിരിയണം. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് തിരിയണം. അതായത് ദൈവം മാത്രമായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഒന്നാം സ്ഥാനത്തുള്ള, ജീവിതത്തിൽ ഏറ്റവും വലിയത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പറയുന്നു, അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയെങ്കിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യണം. ദൈവത്തെ മാത്രം, അതായത് ദൈവത്തിൻ്റെ ശുശ്രൂഷകൾ, ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്ത് ദൈവത്തെ സേവിക്കണം. ഒന്ന്, ദൈവത്തിലേക്ക് തിരിയണം. രണ്ട്, ദൈവത്തെ സേവിക്കണം. എന്നിട്ട് പറഞ്ഞു, ഈ കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങളെ ദൈവം ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. അപ്പോൾ വളരെ ലളിതമായ രണ്ട് കാര്യങ്ങളാണ് ദൈവം നമ്മോട് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പൂർണ്ണമായിട്ട് ആരിൽ ആശ്രയിക്കണം? ദൈവത്തിൽ ആശ്രയിക്കണം. എന്ത് പ്രതികൂലമോ തടസ്സമോ രോഗമോ ബുദ്ധിമുട്ടോ കഷ്ടമോ സങ്കടങ്ങളോ വന്നാലും നിങ്ങൾ സഹായിക്കാൻ കഴിയാത്ത മനുഷ്യരിൽ ആശ്രയിക്കാനായിട്ട് പോകരുത്. നിങ്ങൾ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുന്നൊരു ശീലം നിങ്ങൾക്കുണ്ടാകണം. രണ്ട്, ദൈവത്തെ നിങ്ങൾ സേവിക്കണം. ദൈവം പറയുന്നത് അനുസരിക്കണം. ദൈവത്തിൻ്റെ വഴിയെ പോകണം. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാനായി ശ്രമിക്കരുത്. അങ്ങനെ നിങ്ങൾ ചെയ്യാനായി ശ്രമിച്ചാൽ ദൈവം പറയുന്നു, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. ഞാൻ നിൻ്റെ വഴികളെ, നിൻ്റെ പാതകളെ നേരെയാക്കും. നിന്നെ ഞാൻ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും. വിജയത്തിൻ്റെ കൊടി നിൻ്റെ തലയ്ക്ക് മുകളിൽ ഞാൻ പാർപ്പിക്കും. ഞാൻ ജയശീലനാണ്. ഞാൻ പരാജയപ്പെട്ട ചരിത്രം എനിക്കില്ല. യഹോവ യുദ്ധവീരനായ ദൈവമാണ്. അവൻ ബലവാനാണ്. അവൻ സർവശക്തനാണ്, സർവവ്യാപിയാണ്. നമ്മുടെ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവും ഇല്ലല്ലോ. ഇത്രയും കാര്യം അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. മനസ്സിലായോ? എന്തോ മനസ്സിലായി? ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം നടക്കില്ല. ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ അടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ പൂർണ്ണമായിട്ടും ആരിൽ ആശ്രയിക്കണം? ദൈവത്തിൽ ആശ്രയിക്കണം. രണ്ട്, ദൈവത്തെ സേവിക്കണം. ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ദൈവം പറയുന്നത് പോലെ മുന്നോട്ട് പോകണം. അങ്ങനെ അവർ ദൈവത്തെ മാത്രം സേവിച്ചു. നിങ്ങൾ നോക്കിയ 4-ാമത്തെ വാക്യം, അങ്ങനെ ഇസ്രായേൽ മക്കൾ എല്ലാ ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരത്തിനെയും വിട്ട് പൂർണ്ണമായിട്ട് ദൈവത്തെ മാത്രം സേവിച്ചു. ദൈവത്തെ മാത്രം സേവിച്ചു. പിന്നീട് നമ്മൾ താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ ദൈവം അവർക്ക് പ്രതീക്ഷിക്കാത്ത ജയം നൽകി. ആരെ തോൽപ്പിച്ചു? ഫെലിസ്ത്യരെ തോൽപ്പിച്ചു. 11-ാമത്തെ വാക്യം, ഇസ്രായേൽ മിസ്പായിൽ നിന്ന് പുറപ്പെട്ട് ഫെലിസ്ത്യരെ പിന്തുടർന്നു. ബേത് കാരിൻ്റെ താഴ്വര വരെ അവരെ സംഹരിച്ചു. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടി. അതായത് ഫെലിസ്ത്യരെ ദൈവം പൂർണ്ണമായിട്ട് അവരുടെ നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പേര് നമ്മൾ അവിടെ നിന്ന് കണ്ടെത്തും. എന്നിട്ട് ആ കല്ല് ദൈവം അവരെ ഫെലിസ്ത്യരുടെ മേൽ ജയം നൽകി മുന്നോട്ട് കൊണ്ടുപോയതിൻ്റെ അടയാളമായി അവിടെ നാട്ടി. അതിന് ഇട്ട പേരാണ് ഏബനേസർ. മലയാളത്തിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇനി ഈ പേര് എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ മറക്കുമോ? ഇല്ല. ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പേര് അവിടെ ദൈവം അവർക്ക് നൽകുന്നത്? അവർക്ക് നേരത്തെ പെട്ടകം ഉണ്ടായിരുന്നിട്ടും ശത്രുവിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല. അപ്പം നമുക്കും ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചെന്ന് പറയണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം. ഒന്ന്, ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കണം. രണ്ട്, ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കൾക്ക് എല്ലാ സഹായവും ചെയ്യും. എന്തു സഹായം വേണോ ചെയ്യും. എന്നിട്ട് നമുക്ക് പാടാം, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. അതിൻ്റെ പേരാണ് ഏബനേസർ. അതിൻ്റെ അടയാളത്തിൽ ഒരു കല്ല് വെച്ചിട്ട് ആ കല്ല് നാട്ടി അവിടെ ഇട്ട പേരാണ് ഏബനേസർ. അതായത് ശത്രുവിനെ ദൈവം പൂർണ്ണമായിട്ട് മാറ്റിത്തരും. പ്രതിസന്ധികളെ ദൈവം കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റി തരും. സങ്കടങ്ങളെ ദൈവം പരിപൂർണമായിട്ട് നീക്കിക്കളയും. ബാക്കി നിങ്ങൾ താഴോട്ട് വായിച്ച്, ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. ആര് ഒതുക്കി? ദൈവം ഫെലിസ്ത്യരെ ഒതുങ്ങുമാറാക്കി. പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നതുമില്ല. കണ്ടോ? അപ്പോൾ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ പിന്നെ ശത്രു അവർക്കെതിരെ വന്നോ? ഇല്ല. നമ്മൾ ശത്രുവിനെ തോൽപ്പിച്ചാലോ വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവൻ തിരിച്ചു വരും. ദൈവം പറയുകയാണ്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക. അതാണ് എൻ്റെ അർത്ഥം. മിണ്ടാതെ ഇരിക്കണം ദൈവത്തിൻ്റെ സന്നിധിയിൽ. ദൈവം പറയുന്നത് കേൾക്കണം.
അനുസരിക്കണം, ദൈവ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ദൈവ സാന്നിധ്യമുള്ള ദൈവത്തിൻ്റെ ആരാധനകൾ നടക്കുന്ന, പ്രത്യേകിച്ച് കർത്തൃമേശ ശുശ്രൂഷകൾ ഉള്ള ഒരു ദൈവസന്നിധിയിൽ വന്ന് നമ്മൾ മുട്ടുകുത്തി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ഏത് കാര്യം നമ്മൾ ദൈവസന്നിധി പറഞ്ഞാലും അതിന് ദൈവം നീക്കുപോക്ക് നൽകും, അനുഗ്രഹിക്കും. പിന്നീട് ആ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ അഫക്റ്റ് ചെയ്യത്തില്ല. അതാ പറയുക, വീണ്ടും ശത്രുക്കൾ വന്നോ? ഇല്ല. ശത്രു പിന്നെ അവരെ ആക്രമിക്കാൻ തക്ക രീതിയിൽ അവർക്ക് വരാൻ പറ്റിയില്ല. പിന്നീട് ശത്രുക്കൾ അവരുടെ നേരെ വന്നതും ഇല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദൈവത്തിൻ്റെ പെട്ടകം ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? എവിടെയാണ്? അബീനാദാബിൻ്റെ വീട്ടിൽ. അബീനാദാബിൻ്റെ വീട്ടിലിരുന്നപ്പോൾ അതുവരെ തോൽപ്പിക്കാൻ പറ്റാത്ത ഫെലിസ്ത്യരെ ദൈവം തോൽപ്പിച്ചു കൊടുത്തു. 2 കാര്യങ്ങൾ അവർ ചെയ്തു. അതിനുവേണ്ടി ആ സ്ഥലത്തിന് അവരൊരു പേരിട്ടു, ഏബനേസർ. ഇവിടെയോട്ട് പെട്ടകം എടുത്തുകൊണ്ട് വരാൻ ദാവീദ് ആൾക്കാരെ പറഞ്ഞു വിട്ടു. ദാവീദിൻ്റെ കൂടെ എത്ര പേരുണ്ട് എന്ന് നമ്മൾ 2 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. 2 ശമൂവേൽ 6-ാം അധ്യായത്തിൽ എത്ര പേരാണുള്ളത്? സകല വിരുദ്ധന്മാരുമായി 30,000 പേര്. അതുകൂടാതെ കുറച്ച് ആൾക്കാരൊക്കെ കൂടെ ഉണ്ടാകും. ഇവരെല്ലാവരും കൂടെ ചേർന്ന് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? 3-ാമത്തെ വാക്യം വായിച്ചേ. അബീനാദാബിൻ്റെ വീട്ടിൽ നിന്ന് അബീനാദാബിൻ്റെ പുത്രന്മാരായ ഉസ്സയും അഹ്യോവും ആ പുതിയ വണ്ടി തെളിയിച്ചു. ആരൊക്കെയാണ് ഉസ്സയും അഹ്യോവും? എന്തിലാണ് കൊണ്ടുവരുന്നത്? എന്ത് വണ്ടിയിലാണ്? എന്ത് വണ്ടിയിലാണ്? കാളവണ്ടി അല്ലേ? അത്രയേ ഉള്ളൂ. അതിൽ കൊണ്ടുവരികയാണ്. ആരൊക്കെയാണ്? ചോദ്യം, ഈ ദൈവത്തിൻ്റെ പെട്ടകത്തെ സൂക്ഷിക്കാനായി ഏൽപ്പിച്ചിരുന്നത് ആരെയാണ്? എലയാസർ എന്ന് പറഞ്ഞ ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നോ? ഓർമ്മയുണ്ടോ? അത് ആരുടെ മകനാണ്? അബീനാദാബിൻ്റെ മകനാണ്. ഇവിടെ അബീനാദാബിൻ്റെ ആ മകൻ എവിടെ പോയി? അവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ആരെയാണത് ഏൽപ്പിച്ചത്? കിര്യത്തയ്യാരീമിൽ അബീനാദാബിൻ്റെ ഒരു മകന് മാത്രമേ ഇത് തൊടാൻ പെർമിഷനുള്ളൂ. ആരാണ്? എലയാസർ. അവനെ മാത്രമേ വിശുദ്ധീകരിച്ചിട്ടുള്ളൂ. അവനെ മാറ്റി നിർത്തിയിട്ട് മറ്റ് 2 പേരെ കൊണ്ട് കാളപ്പുറത്ത് കയറ്റി, വണ്ടിയിൽ കയറ്റി ഇത് കൊണ്ടുവന്നു. എലയാസർ ഇവിടെ പോയി. അപ്പോൾ ദൈവം ഒരാളെ അത് ഏൽപ്പിച്ചിട്ടുണ്ട്. അയാളെ മാറ്റി നിർത്തിയിട്ടാണ് ദാവീദ് ഇത് ചെയ്തത്. 1-ാമത്തെ തെറ്റ്. മനസ്സിലായോ? 2, സംഖ്യാപുസ്തകം 4-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ പെട്ടകം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന്. അതിനുവേണ്ടി പ്രത്യേകം നിയോഗിക്കപ്പെട്ട ലേവി പുരോഹിതന്മാരുണ്ട്. അവരെ തോളിലെടുത്താണ് കൊണ്ടുപോകേണ്ടത്. ഓർമ്മയുണ്ടോ? ഉണ്ടോ? ഇവർ ഈ പെട്ടകം കൊണ്ട് നദി കടക്കാനായിട്ട് പോകും. യോർദാൻ നദി കടക്കുമ്പോൾ ആരാണ് ഇതെടുത്ത് വച്ചേക്കുന്നത്? പെട്ടകമേന്തിയ പുരോഹിതന്മാർ. അവർ കാല് വെള്ളത്തിൽ ചവിട്ടുമ്പോൾ വെള്ളം 2 സൈഡിലായിട്ട് മാറുകയാണ്. അങ്ങനെയെങ്കിൽ പെട്ടകം ചുമക്കേണ്ടത് ആരാണ്? പുരോഹിതന്മാർ. ഇവിടെ ആരെ മാറ്റി നിർത്തി? ആ വീട്ടിൽ ദൈവം ചുമതലപ്പെടുത്തിയ ഒരു പുരോഹിതനുണ്ട്. അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ മക്കളിൽ മറ്റ് 2 പേരെയും കൊണ്ട് എങ്ങനെയും ഈ പെട്ടകത്തെ കൊണ്ടുപോകാമെന്ന് കരുതുകയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവ സാന്നിധ്യമുള്ള ഒരു ഇടത്തെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല. അതിനു വേണ്ടി ദൈവം നിയോഗിച്ച ഒരു പുരോഹിതൻ അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ പോലെ മാത്രമേ പോകാൻ പാടുള്ളൂ. ദാവീദ് ആദ്യം പോയി ആരുടെ ആലോചന ചോദിക്കണമായിരുന്നു? അതിൻ്റെ കാവൽക്കാരനായി നിയോഗിച്ചിട്ടുള്ള എലയാസർ എന്ന പുരോഹിതൻ്റെ ആലോചന ചോദിക്കണമായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂടെ കൊണ്ടുവരണമായിരുന്നു. ഈ പെട്ടകം എടുത്തുകൊണ്ട് നീ വാ എന്ന് പറയണമായിരുന്നു. ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ പറ്റില്ല, പെയർ വേണം. ഒറ്റയ്ക്ക് ചുമക്കാൻ പറ്റില്ല. പക്ഷെ അതൊന്നും നോക്കാതെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി. 2-ാമത്തെ തെറ്റ്. വാഹനത്തിൽ കയറ്റാൻ പെർമിഷൻ ഉണ്ടോ? ഇല്ല. പുരോഹിതന്മാർ ചുമലിലെടുക്കണം. അതാണ് അതിൻ്റെ നിയമം. സംഖ്യ 4-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ചു നോക്കുക. അങ്ങനെ എന്താണ് സംഭവിച്ചത്? അബീനാദാമിൻ്റെ പുത്രന്മാരായ ഉസ്സയും അഹ്യോവും ഇവർ 2 പേരും ദൈവം പെട്ടകത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ വിശുദ്ധീകരിക്കുകയോ അവരെ അഭിഷേകം ചെയ്ത് വേർതിരിക്കുകയോ ചെയ്തിട്ടില്ല. നമ്മൾ ഓർക്കണം, ദൈവം വിശുദ്ധീകരിക്കാത്ത, ദൈവം അനോയിൻ്റ് ചെയ്യാത്ത ആരും ദൈവിക കാര്യങ്ങളിൽ ദൈവം വച്ചിട്ടുള്ള ഒരു പടിക്ക് മുകളിൽ സ്വന്തം ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. പ്രത്യേകിച്ച്
ആത്മീയ വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ദൈവ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, മറന്നു പോകരുത്. അങ്ങനെ അബീനാദാമിൻ്റെ വീട്ടിൽ നിന്ന് അവർ കൊണ്ടുവന്നു. പെട്ടകം കൊണ്ടുപോകുമ്പോൾ അഹ്യോ പെട്ടകത്തിന് മുമ്പായി നടന്നു. ഒരാൾ എന്ത് ചെയ്യുന്നു? പെട്ടകത്തിന് മുൻപായി നടന്നു. അത് അടുത്ത തെറ്റ്. മനസ്സിലായോ? പെട്ടകത്തിന് മുമ്പിൽ കയറി നടക്കാൻ പെർമിഷനില്ല. കണ്ടോ? പെട്ടകത്തിൻ്റെ ഇവർ ജെറിഹോ മതിലിൻ്റെ കാര്യത്തിലും രണ്ടാമത് യോർദാൻ നദിയുടെ കാര്യത്തിലും ഏറ്റവും ഫ്രണ്ടിൽ പോകുന്ന ആരാണ്? ദൈവമാണ്. പെട്ടകം ചുമന്നുകൊണ്ട് ആര് പോകും? പുരോഹിതന്മാർ. അപ്പോൾ പെട്ടകത്തിൻ്റെ മുമ്പിൽ കയറി നടക്കാൻ പെർമിഷൻ ഉണ്ടോ? അപ്പോൾ എല്ലാം അവർ വയലേറ്റ് ചെയ്തു. ദൈവം പറഞ്ഞിട്ടുള്ള എല്ലാ റൂൾസും വയലേറ്റ് ചെയ്തു. നിങ്ങൾ വായിച്ച് അഹ്യോവ് പെട്ടകത്തിന് മുമ്പായി നടന്നു. പെട്ടകത്തിന് മുമ്പേ പോകേണ്ടത് ആരാണ്? ദൈവമാണ്. അപ്പം മുമ്പേ പോകേണ്ട ദൈവത്തെ മാറ്റിയിട്ട് പെട്ടകത്തിൻ്റെ മുമ്പിൽ കയറി നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുകളിൽ സ്വന്തം ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഓരോ തെറ്റുകൾ നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് പരാജയം വന്നു എന്ന്. ഒന്നാമത്തെ പരാജയം, അത് നോക്കാൻ ഏൽപ്പിച്ചിരുന്ന ആ പുരോഹിതനെ ആലോചന ചോദിക്കുകയോ കൂടെ കൊണ്ടുപോകുകയോ ചെയ്തില്ല. രണ്ടാമത്തെ കാര്യം, വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാൻ പാടില്ല, പുരോഹിതന്മാർ ചുമലിൽ ചുമന്ന് കൊണ്ടുപോകണം, അത് പാലിച്ചില്ല. മൂന്നാമത്തേത്, മുൻപിൽ ഇത് ചുമന്നുകൊണ്ട് പുരോഹിതന്മാർ പോകണം, അതിനു മുമ്പിൽ ദൈവവും ഉണ്ടാകും വഴി കാട്ടാനായിട്ട്. അതിന് മുമ്പിൽ കയറി ആര് നടന്നു? ഇവരിൽ ഒരാൾ നടന്നു. കാരണം അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം നമ്മൾ വായിക്കുമ്പോൾ വീണ്ടും യാത്ര ചെയ്തു കുറേ ദൂരമെത്തി. അപ്പോൾ നാഖാൻ്റെ കളത്തിങ്കൽ എത്തിയപ്പോൾ കാള വിരണ്ടത് കൊണ്ട് ഉസ്സ കൈനീട്ടി ദൈവത്തിൻ്റെ പെട്ടകം തൊട്ടു. സംഖ്യാപുസ്തകം 4-ാം അധ്യായം വായിച്ചാൽ അറിയാം, ദൈവത്തിൻ്റെ പെട്ടകം തൊട്ടാൽ എന്ത് ചെയ്യും? മരിക്കും. ആര് ഒഴികെ? ചുമക്കാനായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള പുരോഹിതന്മാർ ഒഴികെ. തൊടാൻ പാടില്ല, അതാണ് നിയമം. തൊടാനായിട്ട് പാടില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? എല്ലാം ലംഘിച്ചു. യഹോവയുടെ കോപം ഉസ്സയുടെ നേരെ ജ്വലിച്ചു. അവൻ്റെ അവിവേകം നിമിത്തം അവിടെ വെച്ച് അവനെ സംഹരിച്ചു. അവിവേകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് ദൈവിക കാര്യങ്ങളിൽ നമുക്ക് ചിലതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് മാനുഷിക ബുദ്ധി കൊണ്ട് കഴിയുമായിരിക്കും. പക്ഷേ ദൈവം പറയാതെ ഒരു കാര്യവും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ചെയ്യാനായിട്ട് പാടില്ല. മാനുഷികമായ കാര്യങ്ങൾ പോലെയല്ല. ദൈവം ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞാൽ, ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ കയറി നമ്മൾ ഒരു കാര്യവും ചെയ്യാനായി ശ്രമിക്കരുത്. ദൈവത്തിൻ്റെ സാന്നിധ്യം പിന്നെ അവിടെ ഉണ്ടാകുകയില്ല. ദൈവ കോപമായിരിക്കും വരുന്നത്. അങ്ങനെ ഉസ്സ അവിടെ വെച്ച് മരിച്ചു. ഇതുവരെയും ദാവീദിന് ആരുടെ മുന്നിലും പേടിക്കേണ്ടി വന്നിട്ടില്ല. ശൗലിനെ പേടിച്ചിട്ടില്ല, മറ്റൊരു സൈന്യത്തെയും പേടിച്ചിട്ടില്ല. അത്രയും ധൈര്യത്തോடு നിന്ന ഈ ദാവീദ് ഫെലിസ്ത്യൻ്റെ മുന്നിൽ, ഫെലിസ്ത്യനായ ആരെയാണ് കൊന്നത്? ഗോലിയാത്തിൻ്റെ മുമ്പിൽ പേടിയില്ലാതെ ധൈര്യത്തോട് കൂടുന്ന ദാവീദ് ജീവിതത്തിൽ ആദ്യമായിട്ട് പേടിച്ചുപോയി. ജീവിതത്തിൽ ആദ്യമായിട്ട് ദാവീദ് പേടിച്ചു. 9-ാമത്തെ വാക്യം, അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു പോയി. ഇത്രയും ദിവസം ദൈവം പൊതിഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. ഒന്നിനും കുറവ് വരാതെ എല്ലാ കാര്യങ്ങളിലും ദൈവം അവനെ ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ട് നടക്കുകയായിരുന്നു. നമ്മൾ ഓർക്കേണ്ടത്, ദൈവത്തിൻ്റെ എല്ലാ സംരക്ഷണവും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തന്ന് ദൈവം നമ്മളെ ഉള്ളം കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കാനായി ദൈവിക കാര്യങ്ങളിലും ദൈവത്തോട് കൊടുക്കേണ്ട മഹത്വം നഷ്ടപ്പെടുത്തുകയും നമ്മുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്ത് ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് ശ്രമിക്കരുത്. എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെന്നറിയാമോ? ദൈവം എല്ലാ കാര്യങ്ങളും നമുക്ക് തരുമ്പോൾ നമ്മൾ ദൈവത്തിന് മുമ്പേ ഇറങ്ങി നടക്കാനായിട്ട് ശ്രമിക്കും. ദൈവിക ആലോചനകൾ നമ്മൾ ചോദിക്കാറില്ല. പരാജയം ഞാൻ പറഞ്ഞു തരാം. തൊട്ട് മുമ്പ് ഹെബ്രോനിൽ പോകട്ടെ എന്ന് എന്ത് ചോദിച്ചു? ആലോചന ചോദിച്ചു. പെട്ടകം എങ്ങനെ കൊണ്ടുവരട്ടെ എന്ന് ആലോചന ചോദിച്ചോ? ഇല്ല. എല്ലാം ബുദ്ധിയിലൂടെ ചെയ്യാനായിട്ട് ശ്രമിച്ചു. ദൈവിക കാര്യങ്ങൾ ഒരിക്കലും ബുദ്ധിയിലൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്, പരാജയമായിരിക്കും. അതായത് കുടുംബത്തിൽ തന്നെ അതിൻ്റെ സങ്കടങ്ങൾ വരും. ഇത്രയും ദിവസം പെട്ടകം കാത്തു സൂക്ഷിച്ച അബീനാദാബിൻ്റെ വീട്ടിലെ 2 മക്കൾ നോക്ക്, ശാപഗ്രസ്തരായി പോയില്ലേ? 20 വർഷം പെട്ടകം കാത്തു സൂക്ഷിച്ചു. എന്താണ് സംഭവിച്ചത്? ആ മക്കൾ എന്ത് ചെയ്തു പോയി? ഉസ്സ എന്ത് ചെയ്തു പോയി? മരിച്ചുപോയി. അവിവേകമാണ്. അപ്പോൾ ദാവീദ് ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല. എങ്ങനെയാണിത് ചെയ്യേണ്ടത്? ആരാണ് ഇത് ചുമക്കേണ്ടത്? ഈ കാര്യങ്ങളൊന്നും ദാവീദ് ശ്രദ്ധിച്ചില്ല. ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, ദൈവം എല്ലാ കാര്യങ്ങളിലും നിങ്ങളോട് കൂടെ നിൽക്കുമെന്ന് കരുതി ദൈവിക കാര്യങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ ആലോചന ചോദിക്കാതെ
നമ്മുടെ ഇഷ്ടം പോലെ എന്ത് ചെയ്യാൻ പാടില്ല, ഇറങ്ങി പുറപ്പെടാനായിട്ട് പാടില്ല. എല്ലാ കാര്യങ്ങളും ആലോചന ചോദിച്ച് മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് പാടുള്ളൂ. മനസ്സിലായി? ദൈവം ഇപ്പോൾ എങ്ങനെ നിൽക്കുകയാണ്? ദൈവം കോപിച്ച് നിൽക്കുകയാണ്. തൊട്ടടുത്തുള്ള ഓബേദ്-ഏദോമിൻ്റെ വീട്ടിൽ പെട്ടകത്തെ ഇറക്കി വെച്ചു. എന്താണ് ഇനി ചെയ്യാൻ പറ്റുക? കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഓബേദ്-ഏദോമിൻ്റെ വീടിനെ ദൈവം അനുഗ്രഹിച്ചു. ഓബേദ്-ഏദോമിൻ്റെ വീട്ടിനെ ദൈവം അനുഗ്രഹിച്ചു എന്ന് അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ പതിയെ പതിയെ അടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. എത്ര മാസമാണ് ഇവിടെ പെട്ടകം വച്ചിരുന്നതെന്നറിയാമോ? 3 മാസം. 3 മാസം അവിടെ പെട്ടകം വച്ചിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ ഓബേദ്-ഏദോമിൻ്റെ ഭവനത്തെ ദൈവം അനുഗ്രഹിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ കോപം ശമിച്ചു വന്നു എന്ന് ദാവീദിന് മനസ്സിലായി. ദാവീദ് പതിയെ അടുത്തെന്താണ് ചെയ്യേണ്ടതെന്ന് പഠിക്കുകയാണ്. ഒരു അപകടം വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം? നമ്മുടെ തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഇനി 15-ാം അധ്യായം, 1 ദിനവൃത്താന്തം 15-ാമത്തെ അധ്യായം. ദാവീദ് അരമനയെല്ലാം ഉണ്ടാക്കി. അടുത്ത് ദാവീദ്, 2-ാമത്തെ വാക്യം ദാവീദ് പറയുകയാണ്. 1 ദിനവൃത്താന്തം 15-ാം അധ്യായം 2-ാം വാക്യം. എന്താണ് പറയുന്നത്? അന്ന് ദാവീദ്, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അന്ന് ദാവീദ് പറഞ്ഞു, ലേവ്യരല്ലാതെ ആരും ദൈവത്തിൻ്റെ പെട്ടകം ചുമക്കേണ്ടതില്ല. ഇപ്പോൾ അവൻ്റെ കാര്യം മനസ്സിലായോ? നേരത്തെ എന്ത് പറഞ്ഞു? കാള ചുമന്നാലും കാളവണ്ടി ചുമന്നാലും കുഴപ്പമില്ല, ഉസ അല്ലെങ്കിൽ ആര് തൊട്ടാലും കുഴപ്പമില്ല എന്ന് ചിന്തിച്ചിരുന്നവൻ ഇപ്പോൾ പറയുന്നു അങ്ങനെയല്ല. കാര്യം ഗൗരവമായിട്ട് മനസ്സിലാക്കി. എന്താണ് മനസ്സിലാക്കിയത്? ലേവ്യരല്ലാതെ ആരും ദൈവത്തിൻ്റെ പെട്ടകം ചുമക്കേണ്ടതല്ല. കൺഫേം ചെയ്യുകയാണ്. ലേവ്യർ മാത്രമേ അത് ചുമക്കാനായിട്ട് പാടുള്ളൂ. അത് ഉറപ്പിച്ചു പറയുകയാണ്. 2-ാമത് പറഞ്ഞു, അവരെയല്ലോ ദൈവം പെട്ടകം ചുമക്കാനും തനിക്ക് എന്നും ശുശ്രൂഷ ചെയ്യുവാനും വേണ്ടി യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നത് പറഞ്ഞു. ആരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? ലേവ്യരെ. അത് ദാവീദ് ഉറപ്പിക്കുകയാണ്. അതായത് ദൈവം ഏൽപ്പിച്ചിട്ടുള്ളവരുടെ ശുശ്രൂഷ നമ്മൾ ഏറ്റെടുക്കാനായിട്ട് പാടില്ല. ദൈവം ആരെയാണോ എന്ത് ശുശ്രൂഷയാണോ ഏൽപ്പിച്ചിട്ടുള്ളത് അത് അവർ ചെയ്യും. അത് ദൈവം പറയാതെ മറ്റൊരാൾ ഏറ്റെടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ ദാവീദിനത് മനസ്സിലായി. ദാവീദ് അതുപോലെ തിരിച്ചറിയുകയാണ്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ആരാണിത് ചെയ്യേണ്ടത്? ലേവ്യ പുരോഹിതന്മാരാണ്. അടുത്ത് അദ്ദേഹം ചെയ്യുന്നത് 4-ാമത്തെ വാക്യം നോക്കിയോ? എല്ലാം മനോഹരമായിട്ട് സെറ്റ് ചെയ്യുകയാണ്. അഹരോൻ്റെ പുത്രന്മാരായ ലേവ്യരെ ആദ്യം കൂട്ടി വരുത്തി. നേരത്തെ ലേവ്യരെ കൂട്ടി വരുത്തിയോ? ഇല്ല. നേരത്തെ കൂട്ടി വരുത്തിയത് ഒരു 30,000 പേരുണ്ട്. എങ്ങനെയുള്ളവരാണ് അവർ? ശൂരന്മാരായവർ. ഓർമ്മയുണ്ടോ? ദൈവ ആലോചന പോലെയുള്ളവരൊന്നുമല്ല. എന്തിനും കരുത്തരായ കുറേ പേരെ കൂട്ടി വരുത്തി. എന്നാൽ ഇപ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ആരെ ആദ്യം വരുത്തി? അഹരോന്യ പുരോഹിതന്മാരെ കൊണ്ടുവന്നു. 2 അവരിലുള്ളവരാണ് കെഹാത്യർ. വീണ്ടും താഴോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെരാര്യർ, അവരെയൊക്കെ കൊണ്ടുവന്നു. നമ്മൾ 11-ാമത്തെ വാക്യം മുതൽ വായിച്ചു വരുമ്പോൾ ഇവരെ കുറേ പേര് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു. അവരെല്ലാം കൊണ്ടുവന്നു. അതൊന്ന് നിങ്ങൾ വായിച്ചു പോയാൽ മതി. എന്നിട്ട് ദാവീദ് 8 പുരോഹിതന്മാരെ പ്രത്യേകം കൊണ്ടുവന്നു. അവരാരൊക്കെയെന്നറിയാമോ? 1 സാദോക്ക്, 11-ാമത്തെ വാക്യം. സാദോക്ക്, അബ്യാഥാർ. ഈ അബ്യാഥാറിനെ നമ്മൾ വീണ്ടും പരിചയപ്പെടും. അബ്യാഥാർ, ഊരിയേൽ, അസായാവ്, യോവേൽ, ശെമയ്യാവ്, എലിയേൽ, അമ്മീനാദാബ് എന്നീ ലേവ്യരെ വിളിപ്പിച്ച് അവരോട് പറഞ്ഞത്, നിങ്ങൾ ലേവ്യരുടെ പിതൃഭവനങ്ങളിൽ തലവന്മാരല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവത്തിൻ്റെ പെട്ടകം ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരുവാൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു കൊള്ളുവിൻ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ പെട്ടകത്തെ 2 വശത്ത് ഈ 8 പുരോഹിതന്മാർ തോളിൽ ചുമന്നുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? കൊണ്ടുവരേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ അദ്ദേഹം അതുപോലെ പറഞ്ഞു, നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവരാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ട് പറഞ്ഞു. ഇനി നേരത്തെ സംഭവിച്ച തെറ്റ് ദാവീദ് ഏറ്റുപറയുന്നതാണ്. 13-ാമത്തെ വാക്യം. ആദിയിൽ നിങ്ങൾ തന്നെ അത് ചെയ്യായിക കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് ഛേദമുണ്ടാക്കി. ആദിയിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? തൊട്ടു മുമ്പ് പെട്ടകം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചപ്പോൾ ആര് കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചില്ല? ഈ പുരോഹിതന്മാരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചില്ല. അതുകൊണ്ട് ഏറ്റുപറയുകയാണ്, ആദിയിൽ നേരത്തെ ചെയ്തപ്പോൾ നിങ്ങൾ തന്നെ അത് ചെയ്യായ കൊണ്ട് പുരോഹിതന്മാരെ
നിങ്ങളെ ഏൽപ്പിച്ചിരുന്ന ഈ ശുശ്രൂഷ നിങ്ങൾ ചെയ്യായക കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ അവസരം കിട്ടാത്തത് കൊണ്ട് ദൈവം നമുക്ക് ഛേദമുണ്ടാക്കി, ദൈവം നമ്മുടെ ഇടയിൽ ഛേദിപ്പിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു. അടുത്ത് പറയുന്നത്, നാം അവൻ്റെ നിയമപ്രകാരമല്ലല്ലോ പെട്ടകത്തെ അന്വേഷിച്ചത്. കണ്ടോ എന്താ പറയുന്നത്? ദൈവം ഒരു നിയമം വച്ചിട്ടുണ്ട്, ആ നിയമപ്രകാരമല്ലല്ലോ പെട്ടകം കൊണ്ടുവരാനായി ശ്രമിച്ചത്. അപ്പോൾ നോക്കണം, ദൈവ സാന്നിധ്യത്തിൻ്റെ കീഴിൽ നിൽക്കാനായി മനുഷ്യർക്ക് ചില കൽപ്പനകൾ അല്ലെങ്കിൽ ചില നിയമങ്ങൾ, ക്രമങ്ങളൊക്കെ വച്ചിട്ടുണ്ട്. ആ ക്രമപ്രകാരം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ദൈവസന്നിധിയിൽ നിൽക്കാനായി, വരാനായി പാടുള്ളൂ. അതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? വളരെ സന്തോഷത്തോടു കൂടെ ഈ പുരോഹിതന്മാരെല്ലാവരും പെട്ടകം കൊണ്ടുവരുവാനായിട്ട് മുന്നോട്ട് വന്നു. അവർ മുന്നോട്ട് വന്ന് കാലുകൾ വയ്ക്കുമ്പോൾ അവിടെ ബലി അർപ്പിക്കുകയാണ്, അല്ലെങ്കിൽ യാഗം അർപ്പിക്കുന്നു. പിന്നീട് കിന്നരം, വേണു, നാദം ഇങ്ങനെയുള്ളതെല്ലാം അവിടെ മുഴക്കുന്നു. ദാവീദ് തന്നെ പൂർണ്ണമായിട്ട് വിനയപ്പെടുത്തി അവിടെ നൃത്തം ചെയ്യുന്നു. എല്ലാവരും ചേർന്ന് ദൈവസന്നിധിയിൽ ആരാധിക്കുന്നു. ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 27-ാമത്തെ വാക്യത്തിൽ നമ്മൾ എത്തുക. അവിടെ ശണപടം കൊണ്ടുള്ള അങ്കി ധരിച്ചു. ദാവീദ് ശണം കൊണ്ടുള്ള ഏഫോദ് ധരിച്ചു. ഏഫോദിനെ കുറിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഏഫോദ് എന്തിനുള്ളതാണ്? എന്താണ്? ചിരിക്കുകയാണല്ലേ. പുരോഹിതൻ്റെ വസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഏഫോദ്. അതാരാണ് ധരിക്കേണ്ടത്? പുരോഹിതൻ. ഇവിടെ ആരത് എടുത്ത് ധരിക്കുകയാണ്? ദാവീദ്. നേരത്തെ ദാവീദ് ഇതുവല്ലതും ചെയ്തോ? അപ്പോൾ ഈ പെട്ടകം ഇങ്ങെത്തുമ്പോൾ ദാവീദ് തന്നെ സമർപ്പിച്ച് ആരായിട്ട് മാറി? ഒരു പുരോഹിതനായിട്ട് മാറുകയാണ്. അത്രയും വിനയപ്പെടുത്തി അതിനു വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് രാജാവായ അദ്ദേഹം അതിൽ നിന്ന് താഴ്ന്നിറങ്ങി വന്ന് ഒരു പൗരോഹിത്യ ശുശ്രൂഷ കൂടെ ദാവീദ് ചെയ്യുകയാണ്. നിങ്ങൾ വായിച്ചേ 27-ാമത്തെ വാക്യം. ദാവീദ് ശണം കൊണ്ടുള്ള ഏഫോദ് ധരിച്ചു. ഏഫോദ് ദൈവ സാന്നിധ്യത്തിൻ്റെ മറ്റൊരു സിംബലാണ്. ദൈവ സാന്നിധ്യം, ദൈവത്തിൻ്റെ അരുളപ്പാട്, ഇതെല്ലാം ജനത്തിന് കൊടുക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പുരോഹിതന് ദൈവം നൽകുന്ന അടയാളമാണ് ഏഫോദ്. മനസ്സിലായല്ലോ? അത് ആര് ധരിച്ചു? ആ കാലഘട്ടത്തിൽ ദാവീദ് ധരിച്ചു. അതായത് ദാവീദിൻ്റെ ഉള്ളിലേക്ക് എന്ത് വന്ന് നിറഞ്ഞു? ദൈവ സാന്നിധ്യം വന്ന് നിറയുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ദൈവ സാന്നിധ്യം വന്ന് നിറയണം. നേരത്തെ ദാവീദ് എന്ത് ചെയ്തു? ഒരു സൈഡിലോട്ട് മാറി നിന്ന് എല്ലാം വരട്ടെ എന്ന് കരുതി, എല്ലാം കൊണ്ടുവരട്ടെ എന്ന് കരുതി. പെട്ടകത്തെ ദൈവ സാന്നിധ്യമുള്ള ഈ ജെറുസലേമിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമ്പോൾ ആദ്യം ഒരുക്കപ്പെടേണ്ടത് ആരാണവിടെ? ആ രാജ്യത്തിൻ്റെ രാജാവാണ്. ആ രാജ്യത്തിൻ്റെ രാജാവാണ് ആദ്യം അതിനെ റിസീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയണമെന്നുണ്ടെങ്കിൽ ആദ്യം ആരതിനെ റിസീവ് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും അതിനെ റിസീവ് ചെയ്യണം. ദാവീദിനറിയാം, ദാവീദിൻ്റെ രാജ്യത്തിൽ ഈ ദൈവാനുഗ്രഹം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആരാണ് അത് ആദ്യം റിസീവ് ചെയ്യേണ്ടത്? പൗരോഹിത്യ ശുശ്രൂഷയിൽ പ്രധാനപ്പെട്ട് നിന്ന് ഞാനാണത് ചെയ്യേണ്ടതെന്ന് ദാവീദിന് അറിയാം. അങ്ങനെ അദ്ദേഹം ഏഫോദ് ധരിച്ചു. അങ്ങനെ ഇസ്രായേൽ മക്കളൊക്കെയും ആർപ്പോടും കാഹളത്തോടും കൂടെ നിയമപ്പെട്ടകം കൊണ്ടുവന്നു. നിയമപ്പെട്ടകം ദാവീദിൻ്റെ പട്ടണത്തിലെത്തിയപ്പോൾ ആര് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്? മീഖളിനെ തിരിച്ചു കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരു സമയത്ത് ഇവിടുന്ന് ദാവീദ് ഒറ്റയ്ക്ക് വന്നതാണ്. എന്നാൽ നല്ലൊരു കാലം വരുമ്പോൾ മറ്റൊരുവൻ്റെ ഭാര്യ ആയിരുന്നവളെ, തനിക്ക് നല്ലൊരു കാലം വന്നല്ലോ, ഇവളെ രാജകൊട്ടാരത്തിൽ വന്ന് എന്നോടൊപ്പം നല്ല രീതിയിൽ താമസിക്കട്ടെ എന്ന് കരുതി ദാവീദ് തിരിച്ച് കൊണ്ടുവന്നതാണ്, അല്ലേ? അങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് കൂടെ നിർത്തിയ മീഖൾ ഇപ്പോൾ പറയുകയാണ്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇതാരാണ് ദൈവം? ദൈവത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട് നിനക്ക് ആരാണ് നിന്നോട് പറഞ്ഞത്? ഈ ദാസന്മാരുടെയൊക്കെ മുമ്പിൽ നീ നിന്നെ തന്നെ താഴ്ത്തിക്കളഞ്ഞല്ലോ എന്ന് പറയുകയാണ്. എന്തുകൊണ്ടാണ് മീഖൾ ഇത് പറഞ്ഞത്? എന്തേ? ദാവീദ് രാജാവായതുകൊണ്ടാണോ? അത് മാത്രമല്ല, മീഖളിൻ്റെ അപ്പന് ഇതെന്തെങ്കിലും പരിചയമുണ്ടോ? മീഖളിൻ്റെ അപ്പൻ ആരാണ്? ശൗലിന് പെട്ടകം കണ്ടിട്ടുണ്ടോ? ആരാധന അറിയാമോ? ആരാധന അറിഞ്ഞുകൂടാത്ത വീട്ടിൽ നിന്നാണ് ആര് വരുന്നത്? മീഖൾ വരുന്നത്. അവളത് പറയും. മനസ്സിലായോ? അപ്പോൾ ദൈവ ആരാധനയെക്കുറിച്ചോ ദൈവിക ക്രമങ്ങളെക്കുറിച്ചോ മീഖളിന് വലിയ പരിചയമൊന്നുമില്ല. അവളുടെ വീട്ടിൽ അതിൻ്റെ ക്രമങ്ങളൊന്നുമില്ല. നമ്മൾ ഓർക്കണം, നമ്മുടെ മക്കളെ
ഏത് രീതിയിൽ നമ്മൾ വളർത്തണം? ദൈവ സാന്നിധ്യത്തിൻ്റെ കീഴിൽ നിർത്തി നമ്മൾ വളർത്തണം. വളർത്തിക്കഴിഞ്ഞാൽ അവരൊരിക്കലും ദൈവത്തെ ത്യജിച്ചു പറയില്ല. അവർക്കറിയാം ദൈവത്തിൻ്റെ വില. അതിൻ്റെ ഒരു ശാപം മീഖലിന് കിട്ടി. എന്തെന്നറിയാമോ? മീഖലിന് പിന്നീട് മക്കളുണ്ടായില്ല. തലമുറയെ ദൈവം എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞു. തലമുറയെ ദൈവം അവസാനിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തരാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ദൈവത്തെ വില കൊടുക്കാതെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കിട്ടേണ്ട അനുഗ്രഹം ദൈവം നമുക്ക് തരാതെ പോകും. എന്നാൽ ഈ മീഖലിലൂടെ കിട്ടേണ്ട അനുഗ്രഹം കിട്ടുന്നത് ആരിലൂടെയാണ്? ഊരിയാവിൻ്റെ ഭാര്യയിലൂടെയാണ്, അല്ലേ? അപ്പോൾ ഈ വീട്ടിൽ കിട്ടേണ്ട അനുഗ്രഹം വേറെ വഴിയായിട്ട് ദാവീദിന് കിട്ടുകയാണ്. ശലോമോൻ ജനിക്കുന്നത് അങ്ങനെയാണല്ലോ. ഞാൻ പറഞ്ഞതിനുള്ള കാരണം, നമ്മുടെ വീട്ടിൽ നമ്മൾ ദൈവത്തെ അറിഞ്ഞ് മാനിച്ചാൽ അതിൻ്റെ അനുഗ്രഹം ആർക്ക് കിട്ടും? നമ്മുടെ മക്കൾക്ക് കിട്ടും, ഉറപ്പാണ്. നമ്മൾ ദൈവത്തെ അറിഞ്ഞാൽ നമ്മുടെ മക്കൾ ആരെ അറിയൂ? ദൈവത്തെ അറിയൂ. മീഖൽ അറിഞ്ഞില്ല, അതുകൊണ്ട് മീഖലിനെ അറിയാൻ കുഞ്ഞുങ്ങളെപ്പോലും ദൈവം കൊടുത്തില്ല. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ദാവീദ് ഇതൊന്നും നോക്കിയില്ല. ദാവീദ് നൃത്തം ചെയ്യുന്നതും പാടുന്നതും അവൻ തുടർന്നു കൊണ്ടേയിരുന്നു. എന്നിട്ട് 16-ാം അധ്യായം 1 ദിനവൃത്താന്തം 16-ാം അധ്യായം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ദൈവത്തിൻ്റെ നാമത്തിൽ രാജാവായ ദാവീദ് ജനത്തെ അനുഗ്രഹിച്ചു. 3-ാം വാക്യം, അവൻ ഇസ്രായേലിന് ഒരു കാര്യം ചെയ്തു കൊടുക്കുകയാണ്. എന്തെന്നറിയാമോ? ഓരോ പുരുഷനും ഓരോ സ്ത്രീക്കും ആളൊന്നിന് ഒരപ്പവും ഒരു കണ്ടം ഇറച്ചിയും ഒരു മുന്തിരിങ്ങ കട്ടയും എന്ത് ചെയ്തു? കൊടുത്തു. ഏത് കൊണ്ടുവന്നതിന് ശേഷം? പെട്ടകം കൊണ്ടുവന്ന പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവ സാന്നിധ്യമുള്ള പെട്ടകം കൊണ്ടുവച്ചു, ദൈവത്തെ ആരാധിച്ചു, അല്ലേ? ബലിയർപ്പിച്ച് ദൈവത്തെ ആരാധിച്ചു. ആരാധന കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് എന്ത് നടക്കണം? തിരുവത്താഴം നടക്കണം. അതാണ് എൻ്റെ അർത്ഥം. ജനത്തെ വെറുതെ ആരാധിപ്പിച്ച് ആശീർവാദം പറഞ്ഞങ്ങ് വിട്ടില്ല. അത് കഴിഞ്ഞിട്ട് എന്തുകൂടെ കൊടുത്തു? അപ്പവും ഇറച്ചിയും മുന്തിരിങ്ങ അടയും എന്ത് ചെയ്തു? കൊടുത്തു. അതാണ് നമ്മുടെ ഇന്നത്തെ ആരാധനകൾ. ഏത് ആരാധന ഉണ്ടെങ്കിലും അതിനോട് ചേർന്ന് എന്ത് നിർബന്ധമാണ്? കുർബാന അല്ലെങ്കിൽ തിരുവത്താഴം നിർബന്ധമാണ്. എന്നാലേ ഒരു ആരാധന കംപ്ലീറ്റ് ആകത്തുള്ളൂ. മറന്നു പോകരുത്. ആരാധന അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആണ്. ഒരു ദൈവ ആരാധന പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ആരാധനയോട് ചേർന്ന് എന്തുകൂടെ വേണം? തിരുവത്താഴ ശുശ്രൂഷ കൂടെ വേണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദാവീദിനറിയാം, വെറുതെ പെട്ടകം കൊണ്ട് ഇവിടെ വച്ചിട്ട് കാര്യമില്ല. ജനത്തിന് അതിൻ്റെ അനുഗ്രഹം കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പവും വീഞ്ഞും ജനത്തിന് കൊടുത്താലേ ജനം അനുഗ്രഹിക്കപ്പെടൂ. ആരാധന മാത്രം പോരാ, ഈ പറഞ്ഞ ശരീരരക്തങ്ങളും കൂടെ കൃത്യമായിട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എവിടെയെല്ലാം അല്ലെങ്കിൽ ആരെല്ലാം ഞാൻ ഈ പറഞ്ഞ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഓടി വരും. വചനം കേൾക്കാൻ ഓടി വരും, പള്ളിയിൽ ഏത് കാര്യം പറഞ്ഞാലും നമ്മൾ ഓടി വരും, മറ്റെല്ലാത്തിനും നിങ്ങൾ വരികയും എന്നാൽ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ സ്വീകരിക്കാനായി വരാതിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ട അനുഗ്രഹം നിങ്ങൾ വിലയോടുകൂടെ വാങ്ങിക്കൊണ്ട് പോകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല. എല്ലാത്തിനും നമ്മൾ വരും. തിരുവത്താഴം സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കിട്ടേണ്ടത് കിട്ടൂല, അതാണ് പറഞ്ഞത് കേട്ടോ. ബാക്കി എല്ലാത്തിനും വരും. ഏറ്റവും വലിയ സാധനം വാങ്ങിക്കൂല. ഓട്ടം ഓടും, 1-ാം സ്ഥാനത്തെത്തും, ട്രോഫി വാങ്ങിക്കില്ല. മനസ്സിലായോ? 1-ാം സ്ഥാനത്തെത്തും, പക്ഷേ എന്ത് വാങ്ങിക്കാതെ പോകും? ട്രോഫി വാങ്ങിക്കാതെ പോകും. അതാണ് കർത്താവ് പറയുന്നത്. ഓട്ടം ഓടി ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒടുവിൽ ദൈവം നൽകുന്ന ഏറ്റവും വിലയേറിയ ഒരു റിവാർഡുണ്ട്. ആ റിവാർഡിൻ്റെ പേരാണ് കർത്താവിൻ്റെ ശരീരം, കർത്താവിൻ്റെ രക്തം. അതായത് യേശുവിനെ തന്നെ നമ്മുടെ മുന്നിലെടുത്ത് വെച്ചിട്ട് പറയുകയാണ്, ഇതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ സമ്മാനം. ഇത് വാങ്ങാതെ പിന്നെ എന്തോന്നാണ് നമ്മൾ വാങ്ങിക്കൊണ്ട് പോകേണ്ടത്? ദാവീദിനറിയാം, ആദ്യ സമയത്ത് ദൈവജനത്തെ ആരാധിക്കാനായി പഠിപ്പിച്ചിട്ട് അവരോട് ആരാധന മാത്രം പോരാ, ഇതും കൂടെ കൊടുത്ത് ദൈവം വിടുക എന്ന് പറഞ്ഞാൽ, ദൈവം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശുക്രിസ്തു, ദാവീദിൻ്റെ വേരിൽ നിന്ന് ഉണ്ടായ കർത്താവായ യേശുക്രിസ്തു വിശുദ്ധ കുർബാന അല്ലെങ്കിൽ തിരുവത്താഴം ഈ ലോകത്തിൽ പുതിയ നിയമമായി നമുക്ക് തരുന്നതിന് മുമ്പേ
ദാവീദിലൂടെ അതെന്ത് ചെയ്തു? നടത്തി കാണിച്ചു. ഇതിലൂടെ അല്ലാതെ ഒരു വിടുതൽ നടക്കുകയില്ല എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിലൂടെ അല്ലാതെ ഒരു വിടുതലുമില്ല. ഇസ്രായേൽ ജനങ്ങൾക്ക് വിടുതലുണ്ടായത് എങ്ങനെയാണ്? പെസഹ ശരീരരക്തങ്ങൾ സ്വീകരിച്ചതിന് ശേഷമാണ് അവർക്ക് എന്തുണ്ടാകുന്നത്? വിടുതലുണ്ടാകുന്നത്. വീട്ടിൽ സംഹാരദൂതൻ വരാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറഞ്ഞു? ഈ കുഞ്ഞാടിൻ്റെ രക്തം പുരട്ടാൻ പറഞ്ഞു. നമുക്കതിൻ്റെ വില അറിയില്ല. അതിൻ്റെ വില അറിയാതെ നമ്മൾ പോകും തോറും നമുക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ എന്ത് ചെയ്യും? ബ്ലോക്കാകും. നിങ്ങൾക്കിത് മനസ്സിലാവുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയും ആഴമാണ് വിശുദ്ധ കുർബാനയെന്ന് മാത്രമേ എനിക്ക് പറഞ്ഞു തരാനായിട്ട് അറിയാവൂ. ഞാനിത് പറയുന്നത് പൂർണ്ണമായിട്ടും വചനത്തിൻ്റെ ബേസിൽ നിന്നുകൊണ്ടാണ്. വചനത്തിൻ്റെ ബേസിൽ കർത്താവ് നമുക്ക് നൽകിയതിൽ വചനം പറഞ്ഞു കൊടുത്തു. പക്ഷേ ശരീരവും രക്തവും തന്ന് ഇന്ന് നമ്മളോട് കൂടെ കർത്താവ് ജീവിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഞാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ട്. അപ്പോൾ നമ്മളിത് വേണ്ടെന്ന് പറഞ്ഞ് പോകുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? ജീവനില്ല. മനസ്സിലായോ? നമുക്ക് ജീവനില്ല. യേശുവിൻ്റെ ജീവൻ നമ്മളിലേക്ക് വരുന്നില്ല. അങ്ങനെ ആ ദേശത്ത് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടി ദാവീദ് ചെയ്ത ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവ സാന്നിധ്യമുള്ള നിയമപെട്ടകം തിരിച്ചു കൊണ്ടുവന്നു, വീണ്ടെടുത്ത് കൊണ്ടുവന്നു. അവിടെ ആരാധന തുടങ്ങി. മനസ്സിലായോ? ആരാധന തുടങ്ങി. ശൗൽ ആരാധന തുടങ്ങിയില്ല, ദാവീദ് ദൈവത്തെ ആരാധിച്ചു. ആരാധന പൂർത്തിയാകാനായിട്ട് ജനത്തിന്, എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എന്തുകൂടെ കൊടുത്തു? അപ്പവും വീഞ്ഞിൻ്റെ അടയും മുന്തിരി അടയും കൊടുത്ത് വിടുകയാണ്. അത് തിരുവത്താഴത്തിന് ഒരു മുൻകുറിയാണ്. നമ്മൾ ഓർത്തോളണം. ഇന്ന് നമ്മൾ അനുഷ്ഠിക്കുന്ന ആരാധനയോട് ചേർന്ന് വിശുദ്ധ തിരുവത്താഴമില്ലാത്ത ആരാധനകൾ ഞാൻ പറയും ഇൻകംപ്ലീറ്റ് ആണെന്നേ ഞാൻ പറയുള്ളൂ. പൂർണ്ണമെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. ഇൻകംപ്ലീറ്റ് ആണ്. പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് എന്തുകൂടെ വേണം? കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അതിൻ്റേതായ മൂല്യത്തോടുകൂടെ നമ്മൾ സ്വീകരിക്കണം. ഇത് സ്വീകരിച്ചാലുള്ള നേട്ടം ഞാൻ പറഞ്ഞല്ലോ. നിങ്ങളുടെ വീട്ടിലെ ബന്ധനങ്ങൾ നിങ്ങളറിയാതെ എന്തു ചെയ്യും? അഴിഞ്ഞു പോകും. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് അഴിക്കാനായിട്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ശരീരരക്തങ്ങൾക്ക് മുമ്പിൽ അഴിയാത്ത ഒരു ബന്ധനവും ഇല്ല. മാറിപ്പോകാത്ത ഒരു രോഗവും ഇല്ല. അഴിഞ്ഞു തീരാത്ത ഒരു പ്രശ്നവും ഇല്ല. ഇത് നമ്മൾ വിശ്വസിക്കില്ല. നമ്മൾ എന്തു ചെയ്യും? ആ സമയം കൂടെ നമ്മൾ മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഓടിക്കൊണ്ട് നടക്കും. നിങ്ങൾ അതിന് എത്രത്തോളം വില കൊടുക്കുമോ ആ വില ദൈവം നമുക്ക് തിരിച്ചു തരും. ഈ വില കൊടുത്ത ആളാണ് ദാവീദ് രാജാവ്. എങ്ങനെ നിന്നിട്ടാണ് ആ തിരുവത്താഴം കൊടുക്കുന്നത് നോക്കണം. ഏഫോദിട്ട് ദാവീദ് രാജാവല്ല, അപ്പോഴാരായി? പുരോഹിതനായി. പുരോഹിതൻ അതിനെ കൊടുത്തു, ജനത്തിനത് അനുഗ്രഹമായി. അതിനു വേണ്ടി അദ്ദേഹം ഏഫോദിട്ട് ഒരു പുരോഹിതനായിട്ട് മാറുകയാണ്. കർത്താവായ യേശു ക്രിസ്തു എന്താണ് പറഞ്ഞത്? ഞാൻ നിങ്ങൾക്കുള്ള മഹാപുരോഹിതനാണ്, എൻ്റെ ശരീരവും രക്തവും നിങ്ങൾക്ക് ജീവൻ്റെ അനുഗ്രഹമാണ്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കും. ബാക്കി നമ്മൾ അടുത്ത ആഴ്ചയിൽ പഠിക്കും. ഒരു ഭാഗം നമ്മൾ വായിക്കണം. നമ്മൾ നേരത്തെ ഷീലോവിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഷീലോവിന് എന്ത് സംഭവിച്ചു? ഇപ്പോൾ നമ്മൾ ഷീലോവിന് കിട്ടേണ്ട അനുഗ്രഹം ഇപ്പോൾ എവിടെ കിട്ടി? ജെറുസലേമിൽ കിട്ടി. യെരുശലേമിൽ ഷീലോവിൽ കിട്ടേണ്ട ബ്ലെസ്സിങ് ഇപ്പോൾ എവിടെ എത്തി? യെരുശലേമിലെത്തി. അപ്പോൾ നമ്മൾ അറിയണം ഷീലോവിന് എന്താണ് സംഭവിച്ചത്. വായിക്കാം. സങ്കീർത്തനം 78 അതിൻ്റെ 60 വചനം. സങ്കീർത്തനം 78 അതിൻ്റെ 60 വചനം എടുത്തായിരുന്നോ? വായിക്കാം. ആകയാൽ അവൻ ഷീലോവിലെ തിരുനിവാസവും താൻ മനുഷ്യരുടെ ഇടയിൽ അടിച്ചിരുന്ന കൂടാരവും ഉപേക്ഷിച്ചു. കണ്ടോ? ഷീലോവിനെ ദൈവം എന്ത് ചെയ്ത് കളഞ്ഞു? ഉപേക്ഷിച്ചു. ഷീലോവിലുണ്ടായിരുന്ന ദൈവസാന്നിധ്യത്തെ ദൈവം വിട്ടുകളഞ്ഞു. എന്നാൽ പുതിയൊരു സ്ഥലത്ത് ദൈവസാന്നിധ്യമായി ദൈവം ചേർന്ന് വരികയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിൽ നിന്ന് ദൈവസാന്നിധ്യം വിട്ടു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ്? കർത്താവിൻ്റെ ശരീരരക്തങ്ങൾക്ക് കൊടുക്കാത്ത വിലയാണ്. അത് മനസ്സിലാക്കിക്കൊള്ളണം. കർത്താവിൻ്റെ ശരീരരക്തങ്ങൾക്ക് ആ വില കൊടുത്താൽ ദൈവസാന്നിധ്യം എപ്പോഴും നമ്മളോട് കൂടെ ഇരിക്കും. ഏലി പുരോഹിതനും കൂടെ ഉണ്ടായിരുന്ന 2 മക്കളും അതിനെന്ത് കൊടുത്തില്ല? വില കൊടുത്തില്ല. അവർക്ക് ബലിയർപ്പിക്കാനും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനും ഒന്നും സമയമില്ല. അവർക്ക് സ്വന്തം കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ആ ആലയത്തിൽ നിന്ന് ദൈവസാന്നിധ്യം പതിയെ ഇറങ്ങിപ്പോയി. എന്നാൽ ദാവീദ് എന്ത് ചെയ്തു? വീഴ്ച ഒരു പ്രാവശ്യം പറ്റി.
എന്നാൽ അടുത്ത പ്രാവശ്യം അതിനെ തിരിച്ച് കറക്റ്റ് ചെയ്ത് കർത്താവിൻ്റെ ശരീര രക്തങ്ങളും കൂടെ ജനത്തിന് കൊടുത്ത് ബ്ലസ് ചെയ്ത് കഴിയുമ്പോൾ ആലയത്തിനുള്ളിൽ ദൈവസാന്നിധ്യം വന്ന് പിന്നീട് നിറയും കേട്ടോ. ആ ദൈവസാന്നിധ്യമാണ് പിന്നീട് ആ ജനത്തിന് അനുഗ്രഹമായി തീരുന്നത്. ഒരു ഭാഗം കൂടെ വായിക്കാം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 12-ാം വചനം. യിരെമ്യാവ് 7-ാം അധ്യായം അതിൻ്റെ 12-ാം വചനം. ദൈവസാന്നിധ്യമുണ്ടായിരുന്ന ഈ പെട്ടകത്തിന് എന്താണ് സംഭവിച്ചത്? എന്നാൽ ആദിയിൽ എൻ്റെ നാമം വിളിച്ചിരുന്ന ഷീലോ, കണ്ടോ, ആദിയിൽ ദൈവത്തിൻ്റെ നാമം വിളിച്ചിരുന്ന ഏത് സ്ഥലത്തിൻ്റെ പേരിലായിരുന്നു? ഷീലോ. ഷീലോവിലുള്ള എൻ്റെ വാസസ്ഥലത്ത് നിങ്ങൾ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ദുഷ്ടത നിമിത്തം ഞാൻ അതിനോട് ചെയ്തത് നോക്കുവിൻ. യെരൂശലേം ദൈവാലയത്തെ നോക്കി പറയുകയാണ്. 14-ാം വചനം കൂടെ വായിക്കുക. എൻ്റെ നാമം വിളിച്ചിരിക്കുന്നതും നിങ്ങൾ ആശ്രയിക്കുന്നതുമായ ഈ ആലയത്തോടും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ഞാൻ തന്നിരിക്കുന്ന ഈ സ്ഥലത്തോട് ഷീലോവിനോട് ചെയ്തതുപോലെ ഞാൻ ചെയ്യും. ഒരു വാണിങ്ങാണ്. നിങ്ങളുടെ ശരീരം, നമ്മളെക്കുറിച്ച് ഇപ്പോൾ നമ്മുടെ ശരീരമാണ് ദൈവത്തിൻ്റെ ആലയം, മറന്നുപോകരുത്. നമ്മുടെ ശരീരമാണ് ദൈവത്തിൻ്റെ ആലയം. ഈ ശരീരം കർത്താവിൻ്റെ ശരീര രക്തങ്ങൾ കൊണ്ട് നിങ്ങൾ വിശുദ്ധീകരിച്ചില്ല എങ്കിൽ ഷീലോവിൽ നിന്ന് ദൈവസാന്നിധ്യം എങ്ങനെ ഇറങ്ങിപ്പോയോ അതുപോലെ നമ്മിൽ നിന്ന് ദൈവസാന്നിധ്യം ഇറങ്ങിപ്പോകും. പറഞ്ഞു തരിക. ഷീലോവിൽ നിന്ന് എങ്ങനെ ഇറങ്ങിപ്പോയോ അതുപോലെ ദൈവസാന്നിധ്യം ഇറങ്ങി. ഈ ദൈവസാന്നിധ്യത്തെ പിടിച്ചു നിർത്താനുള്ള ഏറ്റവും ലളിതവും എളുപ്പവുമായ വഴിയാണ് ഞാൻ പറഞ്ഞു തന്നത്. ആരാധനയോടൊപ്പം നമ്മൾ നിർബന്ധമായിട്ട് സ്വീകരിച്ചിരിക്കണം? കർത്താവിൻ്റെ ശരീരവും രക്തവും. ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും വയ്ക്കണം. ഒരു ഭാഗം കൂടി നിങ്ങൾ റെഫർ ചെയ്തുകൊള്ളുക. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 6-9 വചനങ്ങൾ. അവിടെയും ഇതിനോട് സമമായ കാര്യങ്ങളാണ് പറഞ്ഞു വയ്ക്കുന്നത്. അടുത്ത ആഴ്ചയിൽ നമ്മൾ വരുമ്പോൾ ഇതിനെ തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അതിനുവേണ്ടി വായിച്ച് ഒരുങ്ങി വരിക.